ഒരു ദിനമിൽ ഹിറഗുഹയകത്ത് മഹമൂദിനടുത്ത് ജിബിരിൽ വന്നുരത്ത് അഹ്മദരേ അഹദവന്റെ അമറുണ്ട് ഇക്ര എന്നുരത്തിടണേ. ഒരു നിമിഷം നബിയുള്ള തരിത്ത് അത് കണ്ട് മലക്ക് അണച്ചൊന്നു പിടിത്ത് അമ്പിയരേ അവിടുന്നീ ഉലകത്തിൽ തൗഹീദ് മുഴക്കിടണേ. ഒരു ദിനമിൽ ഹിറഗുഹയകത്ത് മഹമൂദിനടുത്ത് ജിബിരിൽ വന്നുരത്ത് അഹ്മദരേ അഹദവന്റെ അമറുണ്ട് ഇക്ര എന്നുരത്തിടണേ. ഒരു നിമിഷം നബിയുള്ള തരിത്ത് അത് കണ്ട് മലക്ക് അണച്ചൊന്നു പിടിത്ത് അമ്പിയരേ അവിടുന്നീ ഉലകത്തിൽ തൗഹീദ് മുഴക്കിടണേ. ആ നേരം അല്പം ശങ്ക വരുന്നു മുത്തിൻ ഹൃദയത്തിൽ, ആരോട് ചൊല്ലും ഞാനീ അഹദിയത്തിൻ വചനത്തെ. ആകെ അഹന്ത നിറഞ്ഞ അറബികുലത്തിൻ വർഗത്തെ നേർമാർഗത്തിൻ പാതയിലാക്കേണം. ബഹുദൈവക്കൊടി ദൂരെ എറിഞ്ഞ് വഹ്ദാനിയത്തുള്ളിലുറക്കേണം. ഹക്കിത് മുഖ്യ ഖുറൈശി കുലത്തിൽ മാറ്റങ്ങൾ വന്നിടേണം, നേട്ടങ്ങൾ തന്നിടേണം. ഒരു ദിനമിൽ ഹിറഗുഹയകത്ത് മഹമൂദിനടുത്ത് ജിബിരിൽ വന്നുരത്ത് അഹ്മദരേ അഹദവന്റെ അമറുണ്ട് ഇക്ര എന്നുരത്തിടണേ. ഒരു നിമിഷം നബിയുള്ള തരിത്ത് അത് കണ്ട് മലക്ക് അണച്ചൊന്ന് പിടിത്ത് അമ്പിയരേ അവിടുന്നീ ഉലകത്തിൽ തൗഹീദ് മുഴക്കിടണേ. ശിർക്കിന്റെ കൊടി മാറ്റാൻ ഹബീബിറങ്ങി, ശക്കില്ലാതൊരു താങ്ങായി ഖദീജ ബീവി. ശിർക്കിന്റെ കൊടി മാറ്റാൻ ഹബീബിറങ്ങി, ശക്കില്ലാതൊരു താങ്ങായി ഖദീജ ബീവി. നുബുവത്തിൻ വരവറിഞ്ഞ അബൂബക്കറോട്ടമായി നബിയോരെ ഇവനെയും ചേർക്കുവാൻ തേട്ടമായി. നുബുവത്തിൻ വരവറിഞ്ഞ അബൂബക്കറോട്ടമായി നബിയോരെ ഇവനെയും ചേർക്കുവാൻ തേട്ടമായി. ശിർക്കിന്റെ കൊടി മാറ്റാൻ ഹബീബിറങ്ങി, ശക്കില്ലാതൊരു താങ്ങായി ഖദീജ ബീവി. അബൂബക്കർ സിദ്ദീഖോരെ വിശ്വാസത്തിൽ തിളക്കം, അതുപോലെ ലഭിക്കില്ല അവരല്ലോ തുടക്കം. അബൂബക്കർ സിദ്ദീഖോരെ വിശ്വാസത്തിൽ തിളക്കം, അതുപോലെ ലഭിക്കില്ല അവരല്ലോ തുടക്കം. സ്നേഹനിധിയല്ലേ നബിയും ഉയിരിനുയിരല്ലേ, സ്നേഹനിധിയല്ലേ ഉയിരിനുയിരല്ലേ. മൂസ, എങ്ങനെ തോന്നുന്നു? നമ്മൾ ഓൺലൈൻ പ്രവർത്തകരാണ് നമ്മളുടെ അടുത്തുള്ളത്. അവരുമായിട്ട് അവർ കുറേ ചില ഗൾഫുകാരാണ്. അവർക്ക് ഇതുപോലുള്ള ആഘോഷങ്ങൾ, പെരുന്നാളുകൾ, നബിദിനങ്ങൾ നാട്ടിൽ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങൾ നമുക്ക് മൊഗ്രാൽ ഓൺലൈൻ സുഹൃത്തുക്കളുമായി പങ്കുവെക്കും. ബഹുമാന്യനായ MP മുഹമ്മദ് കുഞ്ഞി സാഹിബ്, മഞ്ചേശ്വരം ദുബായ് മണ്ഡലം KMCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. PP അബ്ദുല്ല പ്രവാസിയാണ്. റിയാസ് മൊഗ്രാൽ ദേശീയവേദിയുടെ ഗൾഫ് കമ്മിറ്റി അംഗമാണ്. മിസ്റ്റർ അസ്രഫ് മൊഗ്രാൽ, ഷാഫി മീലാദ് നഹഗർ, മാമു, എല്ലാവരും വിവിധ സംഘടനകളിൽപ്പെട്ട പ്രവാസികളായ മൊഗ്രാൽ പ്രദേശത്തുകാരാണ്. എല്ലാ വർഷങ്ങൾക്കുപരി ഈ പ്രാവശ്യം വളരെ സന്തോഷപൂർവ്വമാണ് നബിദിനാഘോഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഘോഷയാത്രയും മറ്റുമാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ഇപ്രാവശ്യത്തെ നബിദിനാഘോഷ പരിപാടിയെക്കുറിച്ച് നാട്ടിലെത്തിയ ബഹുമാന്യനായ MP മുഹമ്മദ് കുഞ്ഞി സാഹിബ് അവരോട് തന്നെ ആദ്യമായി ചോദിക്കാം, എന്താണ് ഈ നബിദിനത്തിൻ്റെ പ്രസക്തി ഇപ്രാവശ്യത്തെ? നബിദിനെ സംബന്ധിച്ചിടത്തോളം നബിയുടെ 1485 ജന്മദിനമാണ് ഇന്നിവിടെ കൊണ്ടാടിയത്. ഇതിൻ്റെ ആവേശം ഞങ്ങളുടെ പഴയകാല ഓർമ്മകളിൽ അയവറക്കാനിടയുണ്ടായി.
ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത് അത് ശരിക്കും ഞങ്ങൾ ഉപയോഗിച്ചു. കാരണം ഘോഷയാത്രയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ പങ്കെടുക്കാൻ പ്രത്യേകം സന്നിധരായത് ഞങ്ങളുടെ പഴയ ഓർമ്മകൾ പുതുക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ്. മാത്രമല്ല നബിയുടെ ജന്മദിനം ഓരോരുത്തർക്കും ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ തന്നെ നേരിട്ട് മുൻപന്തിയിൽ നിന്ന് നിൽക്കുകയും ഞങ്ങളുടെ സഹപ്രവർത്തകരെ സജീവമായി ഈ ഘോഷത്തിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തത്. അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായ ഘോഷയാത്ര ഒരു അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ റോഡ് ബ്ലോക്കോ മറ്റോ ഒന്നുമില്ലാതെ നല്ല സംഭവമായി മാറ്റാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് കഴിഞ്ഞു. വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. നബി അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1485-ാം ജന്മദിനത്തിൽ ഞങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ അഭിമാനമുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബിന് സ്തുതിക്കാം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മൊഗ്രാലിൽ ഇത്തരം നബിദിനാഘോഷ പരിപാടി റിയാസ് മൊഗ്രാലിന് കാണുന്നത്. എന്താണ് ഈ പ്രാവശ്യത്തെ നബിദിനാഘോഷത്തിൻ്റെ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നബിദിന ഘോഷയാത്രയിലും അനുബന്ധിച്ചുള്ള പരിപാടിയിലും പങ്കെടുക്കുന്നത്. ഗൾഫ് മലയാളി എന്ന ഗൾഫ് മൊഗ്രാൽ പ്രദേശത്തുകാരൻ എന്ന നിലയിൽ വളരെ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇത്രയും ഒന്നടങ്കം നാട്ടുകാർ പങ്കെടുത്ത് ഇത്രയും ഈ ഘോഷയാത്രയും മറ്റു നബിദിനോടനുബന്ധിച്ചുള്ള പരിപാടികളെല്ലാം വിജയമാക്കുന്നതിൽ എല്ലാ നാട്ടുകാരും ഒത്തൊരുമിച്ച് സഹകരിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ജനപ്രിയമായിരുന്നു ഈ പരിപാടി കാണുന്നതിൽ വളരെ സന്തോഷമായി കാണാൻ കഴിഞ്ഞത്. ഇതിലും ഒത്തുചേരാൻ പറ്റിയതിലും വളരെ സന്തോഷമായി. കാരണം ഞാൻ പോകുന്നത് തന്നെ കുറച്ച് ദിവസം മുമ്പായിരുന്നു. പക്ഷേ നിമിഷം കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് ഡേറ്റ് മാറ്റിവെച്ചത്. വളരെ മറക്കാനാവാത്ത മനസ്സിലെന്നും ഓർമ്മ മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. നബിദിനം പിറന്നത് മുതൽ 12 ദിവസക്കാലം മൗലൂദും അത് ഇന്ന് 12ാം ദിവസം റസൂലുള്ളാഹിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇവിടുന്നത്തെ ഘോഷയാത്രയും കുട്ടികളുടെയും നാട്ടുകാരുടെയും സഹകരണം വളരെ ആവേശമായിരുന്നു. അത് മനസ്സിലൊന്നും മറക്കാൻ കഴിയാത്തൊരു സംഭവമായി ഞാൻ കാണുന്നു. വളരെ സന്തോഷമാണ്. ഏറ്റവും നല്ല ഉത്സവമാണ്. അന്ന് ലോകത്തെ ഒരു മാതൃക കാണിച്ച ഇതാണ്. അതുകൊണ്ട് അത് നമ്മൾ സന്തോഷമായി കൊണ്ടാണ് മാതൃക പിന്തുടർന്ന് സന്തോഷിക്കണം. അതാണ് ഈ സന്ദർഭത്തിൽ ഓൺലൈനുമായി സഹകരിച്ച അസ്ഹാബീങ്ങളെ ലോകത്ത് അസ്ഹാബീങ്ങളെ ലോകത്ത് ശിർക്കിന്റെ കൊടിമാറ്റാൻ ഹബീബിറങ്ങി ശക്കില്ലാതൊരു താങ്ങായി ഖദീജ ബീവി ശിർക്കിന്റെ കൊടിമാറ്റാൻ ഹബീബിറങ്ങി ശക്കില്ലാതൊരു താങ്ങായി ഖദീജ ബീവി മക്കത്തെ ഖുറൈശികൾ കഥയറിഞ്ഞ് മുക്കത്ത് വിരൽ വെച്ച് തെറി പറഞ്ഞ് അല്ലമീൻ എന്ന പേര് വലിച്ചെറിഞ്ഞ് അംബിയ സിറാജരെ വഴി പറഞ്ഞ് മക്കത്തെ ഖുറൈശികൾ കഥയറിഞ്ഞ് മുക്കത്ത് വിരൽ വെച്ച് തെറി പറഞ്ഞ് അല്ലമീൻ എന്ന പേര് വലിച്ചെറിഞ്ഞ് അംബിയ സിറാജരെ വഴി പറഞ്ഞ്